ഹലോ ഗൈസ്, ബാക്ക് ടു ഓഫീസ്. ഓ ഗോഡ്, 4 ദിവസത്തെ അവധിക്ക് ശേഷം, ഈദ് ഹോളിഡേയ്സിന് ശേഷം ഇതാ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. മൺഡേ ആണ്, വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്, ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അറിയാം ഹെക്റ്റിക് ആയിരിക്കും എന്നുള്ളത്, പക്ഷേ എന്ത് ചെയ്യാനാ, മനസ്സൊക്കെ ദൃഢപ്പെടുത്തി കൺട്രോളാക്കി നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങ് ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂമിക്കിംഗ് ഒക്കെ ആവാം. കാരണം ഞാൻ എന്നും നേരത്തെ എത്തും കേട്ടോ. ഓഫീസിൽ 7 o'clock ഒക്കെ ആകുമ്പോൾ എത്തും. എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 ആണ്. അപ്പോൾ മിക്കവാറും വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓഫീസിൽ ചെന്ന് എൻ്റെ ബാഗൊക്കെ വെച്ച് സിസ്റ്റമൊക്കെ റെഡിയാക്കിയതിന് ശേഷം അത്യാവശ്യം ഒന്ന് മുടിയൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് റെഡി ആവാറുണ്ട്. റെഡിയായി തന്നെയാണ് വരുന്നത്. ബസ് സ്റ്റിൽ നമുക്കൊന്ന് ഒരുങ്ങി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ലാസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുമ്പോൾ. അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ്, കാരണം ഞങ്ങളുടെ HR ജോബായത് കാരണം ഇഷ്ടംപോലെ നമ്മുടെ എംപ്ലോയീസും അതുപോലെ തന്നെ വെൻഡേഴ്സും ഒക്കെ നമ്മൾ കാണാൻ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അതിന് മുന്നിൽ എപ്പോഴും പ്രസൻറ്റബിൾ ആയിരിക്കണം. നീറ്റ്, ക്ലീൻ, ടൈഡി, പ്രസൻറ്റബിൾ ആയിട്ട് നമ്മൾ എപ്പോഴും നിൽക്കാവും. അത് HR പ്രൊഫഷൻ തന്നെ ആവണമെന്നില്ല, എല്ലാവരും. ഹെക്റ്റിക് വർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കാരണം നമുക്ക് ഫുൾ ടൈം സിസ്റ്റത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറേ വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് മൾട്ടി ടാസ്കിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് തളർന്നു പോകും ചിലപ്പോഴൊക്കെ. എന്തിനാ, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു മൂവ് ഓൺ. അങ്ങനെ ലഞ്ച് ബ്രേക്കായി ഞാൻ സാലഡാണ് കേട്ടോ കൊണ്ടുവന്നത്. ഉണ്ടാക്കാൻ മടിയായതുകൊണ്ടാണ്, ഡയറ്റായിട്ടൊന്നും അല്ല. അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാനത് കഴിച്ചു. കാരണം ഞാൻ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്, കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യം ഒന്ന് ഉന്മേഷവും എനർജിയൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഓഫീസിൽ ചെന്ന് ചടപടേ എന്നുള്ള കാര്യങ്ങൾ പറപറാ തീർത്തു കേട്ടോ. കാരണം ഈവനിങ് ആവാറായി, വീട്ടിൽ പോകാറായി. അപ്പോൾ കുറേ ടാസ്കൊക്കെ തീർക്കാനുണ്ട്, വെരി നെക്സ്റ്റ് ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടാസ്കൊക്കെ അന്ന് തീർത്താലേ നമുക്ക് വെരി നെക്സ്റ്റ് ഡേക്ക് പിറ്റേന്ന് വരുന്നുള്ള ടാസ്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചെക്ക് ലിസ്റ്റ് നോക്കി ഞാൻ ടിക്ക് ചെയ്ത് പോകുന്ന കാണും വല്ലാത്തൊരു സന്തോഷമാണ് ജോലിക്ക്. അങ്ങനെ ഈവനിങ് ആയിരിക്കുന്നു, എൻ്റെ കെട്ടിയവൻ എത്തിയിട്ടുണ്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട്. ആഹാ, എന്തൊരു സന്തോഷം, വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം. ഹസ്ബൻഡാണ് എന്നും എന്നെ ഒന്ന് പിക്ക് ചെയ്യുന്നത്, രാവിലെ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സോ സീ യു അൻറ്റിൽ നെക്സ്റ്റ് ടൈം. ഉടനെ മറ്റൊരു വ്ളോഗുമായി സൂൺ കാണുന്നതായിരിക്കും. ടാറ്റാ.